പ്രൈസ് ലോർഡ്. നമുക്ക് മത്തായിയുടെ സുവിശേഷം 21 അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ യേശുക്രിസ്തു ദേവാലയത്തെ അശുദ്ധരാക്കിയ അല്ലെങ്കിൽ ദേവാലയത്തിൽ ചില ആവശ്യമില്ലാത്ത പ്രവർത്തികൾ ചെയ്തവരെ പുറത്താക്കിയതായിട്ട് കാണപ്പെടുന്നുണ്ട്. അവരെ ആരാണ് പുറത്താക്കിയത്? യേശുക്രിസ്തുവാണ് ദേവാലയത്തിൽ നിന്നും അവരെ പുറത്താക്കിയത്, മനുഷ്യർ അല്ല. യേശുക്രിസ്തു അവരെ അവിടെ നിന്നും പുറത്താക്കി. എന്തുകൊണ്ട്? മത്യൂസ് ചാപ്റ്റർ 21:13 എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. അപ്പം കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നത് യേശുക്രിസ്തു കണ്ടിട്ട് യേശുക്രിസ്തു അവരെ അവിടെ നിന്ന് പുറത്താക്കി. മനുഷ്യരല്ല പുറത്താക്കിയത്, യേശുക്രിസ്തു ആണ് ദേവാലയത്തിൽ നിന്നും അവരെ പുറത്താക്കിയത്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു വേദഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8 അധ്യായം അവിടെ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറെ ആളുകൾ ചേർന്ന് ഒരു വ്യഭിചാരിണിയെ അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള ഒരു സ്ത്രീയെ യേശുക്രിസ്തുവിന്റെ അടുത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്, ഒരു പാപിയായ സ്ത്രീയെ. എന്നിട്ട് യേശുക്രിസ്തുവിനോട് പറയുന്നുണ്ട് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന്. അപ്പൊ യേശുക്രിസ്തു അവർക്ക് നൽകുന്ന ഒരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന്റെ 7-ാം വാക്യം നമുക്ക് വായിക്കാം. അവർ യേശുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു നിവർന്ന്, നിങ്ങൾ പാപമില്ലാത്തവൻ ഇവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ യേശു അവരോട് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പാപമില്ലാത്ത ആരുണ്ടോ ആ ആൾക്ക് ഫസ്റ്റ് ഇവളെ കല്ലെറിയാണെന്ന്. അവിടെ ദേവാലയത്തിൽ അനിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് കണ്ടിട്ട് അവരെ പുറത്താക്കിയത് മനുഷ്യനല്ല, യേശുവാണ്. ഇവിടെ പാപം ചെയ്ത ഒരു സ്ത്രീയെ മനുഷ്യർ കൊണ്ടുവന്നപ്പോൾ ദൈവം അവരോട് പറയുന്നത് എന്താണ്? ആരിൽ പാപമില്ലയോ അവരിൽ ആ ആൾ ആദ്യം കല്ലെറിയെ. നമുക്ക് നോക്കാം അവിടെ ആർക്കെങ്കിലും കല്ലെറിയാൻ സാധിച്ചോ? നമ്മൾ ഫസ്റ്റ് ദൈവിക സ്നേഹം നിറഞ്ഞവരാണെങ്കിൽ പല കാര്യങ്ങൾ ക്ഷമിക്കുവാനും പൊറുക്കുവാനും നമ്മൾക്ക് സാധിക്കും. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരായിരിക്കണം. ദേവാലയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയമാണ്, ദൈവസ്നേഹം നിറഞ്ഞിരിക്കേണ്ട സ്ഥലമാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുതെന്ന് പറഞ്ഞു. യേശു എന്താണ് ചെയ്തത്? അവൾക്ക് ശിക്ഷ വിധിക്കല്ല ചെയ്തത്, ഇനിയും നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. നമ്മളിൽ അനേകം പാപങ്ങൾ, നമ്മളിൽ അനേകം തെറ്റുകൾ ഉള്ളപ്പോൾ മറ്റുള്ളവരുടെ തെറ്റിലേക്ക് നമ്മൾ കൈ ചൂണ്ടുന്നതിന് മുമ്പ് നമ്മളുടെ ഹൃദയങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ നല്ല രീതിക്ക് നടത്തുക. ദൈവസ്നേഹത്താൽ മറ്റുള്ളവരോട് പൊറുക്കുക. എല്ലാവരും അങ്ങനെയാണെന്നല്ല വിചാരിക്കുന്നത്. ഞാൻ ദൈവ പൈതലാണ്, എന്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നുണ്ട്. ദൈവസ്നേഹത്തിൽ നിലനിൽക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.